ഹലോ, അജിൻകി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇപ്പോ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു നമ്മള്. അപ്പൊ ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണു. ഇന്നലെ എന്താ പറയാ, ഞങ്ങള് കുടൽമാണിക്യത്തിലൊക്കെ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം രാവിലെ ഞങ്ങള് കുടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ. എനിക്ക് അമ്പലങ്ങളിലേക്ക് പോവാനായിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കൂടുതലും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാനും എല്ലാവിടേക്കും ഒക്കെ ആയിട്ട് എൻ്റെ കുറച്ച് 2 കൂട്ടുകാരുണ്ട്. പിന്നെ ചേട്ടനുണ്ട് ഈ അമ്പലങ്ങളൊക്കെ. പിന്നെ അതല്ല, അമ്പലം അല്ലാതെ നമ്മൾ വേറെ അതിനൊക്കെ പോകാനായിട്ട്, വേറെ എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട് നമുക്ക് വേറെ ഫ്രണ്ട്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് സർക്കിള്. അപ്പൊ അതായത് നമുക്കൊരു കൂട്ട്, അങ്ങോട്ട് പോകാനും വരാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു കൂട്ട്. അപ്പോ അങ്ങനെയൊക്കെ ആ കൂട്ടിലൂടെ നമ്മള് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നന്നായി പ്രാർത്ഥിച്ചു. നല്ല തിരക്ക് കുറവായിരുന്നു, തിരക്കേ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ദിവസമല്ലായിരുന്നത്. അപ്പൊ കാരണം തിരക്ക് തീരെയില്ലായിരുന്നു. ഒരു ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്കും തീരെയില്ല. നല്ല ബുധനായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അറിയാലോ, കുടൽമാണിക്യ ക്ഷേത്രത്തിലെ തുളസി പൂക്കളില്ല, വാസനയുള്ള പൂക്കളില്ല, അതൊക്കെ. പിന്നെ മീനൂട്ടിനൊക്കെ ഭയങ്കര പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പറയില്ല, വനവാസകാലത്ത് നമ്മുടെ ഇവിടെ എന്താ പറയാ, ശ്രീരാമനെ കാത്തിരിക്കുന്ന ഒരു ഭരതനാണ്. അപ്പോ ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന അത്രയും. അതുകൊണ്ട് തന്നെ അവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെ അതേപോലെ തന്നെയാണ്. കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഇത്രയും നല്ല ഇതോടുകൂടി നമ്മളൊരു ഭഗവാന്റെ, അതായത് ചതുർബാഹുവായ മഹാവിഷ്ണു ആണ് കേട്ടോ അവിടെ ഞാൻ കാണുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇത്ര തിരക്കില്ലാതെ കേട്ടോ. തിരക്കില്ലാണ്ട് നമ്മളൊരു സാധാരണ ദിവസം പോലെ കാണുമ്പോൾ നമുക്കതിന്റെ ഒരു സന്തോഷം വേറെയാണല്ലോ. അപ്പൊ അങ്ങനെ ആ സന്തോഷത്തിലേക്കാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ ചുറ്റും പ്രദക്ഷിണൊക്കെ ചെയ്ത് കുറെ നേരമൊക്കെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് തൃശ്ശൂരെത്തി, നമ്മള് ടൗണിലെത്തി. അവിടെ നിന്ന് ഇരിങ്ങാലക്കുട നിന്ന് ഞങ്ങൾ നേരെ ടൗണിലേക്ക് വന്നിട്ട് ടൗണിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി, സെലക്ട്സ് മാളിൽ പോയി അവിടേക്ക് ഒന്ന് കറങ്ങി ഒക്കെ നമ്മള് അടിപൊളിയായിരുന്നു. പെട്രോൾ അടിക്കാനാണ് കേട്ടാ, പെട്രോൾ അടിക്കാൻ പോവാം. അപ്പൊ ശരി, അപ്പൊ ഞാനിത് കഴിഞ്ഞിട്ട് പറയാട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റുട്ടീനാണ്. അപ്പോൾ ഒരു വെനസ്ഡേയും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ റുട്ടീനുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാർക്കൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. പാർക്ക് നല്ല പാർക്കാണ്. നമ്മുടെ എക്സിബിഷനൊക്കെ വരാൻ പോവാണ്, തൃശ്ശൂർ പൂരം വരാൻ പോവാണ്. എക്സിബിഷൻ സ്റ്റാളുകളൊക്കെ കെട്ടിത്തുടങ്ങി. ചേട്ടാ ഭയങ്കരമായിട്ട് കാർ അടച്ചത് കണ്ട ആള്. അപ്പോൾ പിന്നെ അതുപോലെ എക്സിബിഷൻ സ്റ്റാളുകളൊക്കെ കെട്ടിത്തുടങ്ങി. അപ്പോൾ ഓരോരോ ഇനി തൃശ്ശൂർക്കാരുടെ ആഘോഷമാണ് വരുന്നത്. തൃശ്ശൂർ ആഘോഷം എന്ന് പറഞ്ഞാൽ ഗംഭീരാണല്ലോ. ഇവിടെയൊന്നും കാല് കുത്താൻ പറ്റില്ല തൃശ്ശൂർ പൂരത്തിന്. അത്രയും തിരക്കായിരിക്കും, അത്രയും ആളുകളായിരിക്കും തൃശ്ശൂര്. നമ്മളൊന്നും ഈ ഭാഗം പോലും നമുക്ക് കാണാൻ പറ്റില്ല. തൃശ്ശൂർ പൂരത്തിന്റെ തലേന്നോട്ട് നമുക്ക് ഈ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഞങ്ങള് ചമയൊക്കെ കാണാൻ വരുമ്പോൾ ഇതിലെ നടക്കും, വണ്ടികളൊന്നും പിന്നെ പാസ് ചെയ്യില്ല. നടന്നങ്ങൊക്കെ പോണം. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇതിലെ പാസ് ചെയ്യാം. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ വന്ന് പോവും ചമയൊക്കെ കാണാനായിട്ട്. പിന്നെ പാർക്കില് സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ പാർക്കിൽ നല്ല തിരക്കായിരിക്കും. പാർക്കില് എന്താ പറയാ, പാർക്കാണല്ലോ കുട്ടികളുടെ ഒരു മാനസിക ഉല്ലാസത്തിന്റെ ഒരു വലിയ സ്ഥലം. കുട്ടികളെ മാത്രമല്ല, വലിയൊരാളെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ മാത്രമൊന്നും അല്ല, പക്ഷെ ഭയങ്കര രസമായിരിക്കും. കുട്ടികൾക്കാണല്ലോ ഊഞ്ഞാലാടാനും കളിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. എങ്ങനെ ഇനി എന്താ പറയാ, കുറെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് എനിക്ക്. ഇന്നൊരു മൂടികെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ബസ്സുകളായാലും ഒക്കെ എല്ലാ വണ്ടികളും കാണുമ്പോൾ ഇരുട്ടിലൂടെ നമ്മളിത്തിരി മൂടികെട്ടിയൊരു അന്തരീക്ഷമാണ് തൃശ്ശൂര്.
ഇന്നലെ ഇതിനേക്കാളും നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല ഒരു വൃശ്ചികക്കാറ്റൊക്കെ വീശിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ നല്ല സുഖമായിരുന്നു. അമ്പലത്തിലേക്ക് പോകാനൊക്കെ ഞങ്ങൾക്ക് ഉഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, കെട്ടിയൊക്കെ തുടങ്ങിയത് കണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ ഉള്ളിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മള് നേരെ നമ്മൾക്ക് പാറമേക്കാവിലേക്കൊക്കെയാണ് പോവാനൊക്കെ ഉള്ളത്. പിന്നെ വടക്കുന്നാഥനൊക്കെ തൊഴാനായിട്ട് ഞങ്ങൾ മാസത്തിലൊരിക്കലൊക്കെ വരുള്ളൂ കേട്ടോ. ഇതുണ്ടോ വടക്കുന്നാഥൻ, എന്താ ഇവിടെയുണ്ട്, അപ്പുറത്തുണ്ട്. ഇപ്പൊ നമ്മളിനി പാറമേക്കാവിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് ക്ഷേത്രം. ചന്ദനം വരച്ചിട്ടുണ്ട് അല്ലേ? അതെ, നമ്മള് പണ്ടൊക്കെ തിരുമേനി നമുക്ക് അമ്പലത്തിനുള്ളിൽ നിന്ന് ചന്ദനം തരും, അർച്ചന പൂക്കൾ തരും, ഇതൊക്കെ അല്ലേ. ഇപ്പൊ വേറൊരു സ്ഥലത്താണല്ലോ നമുക്ക് പൂക്കളം. അതൊക്കെ ഒരു തിരക്കൊക്കെ കൂടിയതുകൊണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ അല്ലേ. കാരണം ചേട്ടൻ പോയി വാങ്ങിക്കും. പിന്നെ എനിക്ക് തീർത്ഥം കുടിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ചുമ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു എന്ന് പറയുന്നത് ചുമച്ചുകൊണ്ടേയിരിക്കും തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർത്ഥം കുടിക്കാറില്ല. വല്ലപ്പോഴൊക്കെ കഴിക്കൂട്ടാ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മേടിച്ച് തീർത്ഥം കുടിക്കും. ചേട്ടൻ പോയിട്ട് തീർത്ഥവും ചന്ദനൊക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാനത് കഴിക്കും, തൊടും, അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളിനി നമ്മുടെ സാധാരണ എല്ലാം നമ്മുടെ റുട്ടീനായതുകൊണ്ട് നമ്മളിനി ഇവിടേക്കിന്ന് നേരെ കുളശ്ശേരിയിലേക്കാണ് കേട്ടോ പോണത്. കുളശ്ശേരിയിൽ പോയിട്ട് തൊഴുത് നമ്മളങ്ങ് പ്രാർത്ഥിക്കും. കുളശ്ശേരിയിലേക്ക് ഞാൻ പറയാറില്ലേ, കുളശ്ശേരിയിലേക്കൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വർഷങ്ങളായി. ഞാൻ ഒരു 18ാമത്തെ വയസ്സിലൊക്കെ ഞാൻ തന്നെ വരാറുണ്ട്. അതായത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ അമ്പലത്തിലേക്കൊക്കെ തന്നെ വരും. അങ്ങനെ ഉള്ള ഒരു വിശ്വാസമാണ്. വന്നിട്ട് അന്നൊക്കെ വിഷ്ണു സഹസ്രനാമൊക്കെ തന്നെ അവിടെ ഇരുന്ന് വായിക്കും. ഞാൻ അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. ഇപ്പോഴും അധികം വലിയ തിരക്കൊന്നും ഇല്ല അമ്പലത്തിലെങ്കിലും അന്ന് ഇത്തിരിയും കൂടിയും മുന്നോട്ട് വരാൻ നിൽക്കുന്നൊരു അമ്പലം പോലെയായിരുന്നു. ഇപ്പം ഇത്തിരി കുറച്ചുകൂടെ ഒക്കെ വിപുലീകരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കണ്ടില്ലേ, പൊങ്കാല ഇട്ടിട്ടേ നാളെ നമ്മളവിടെ പൊങ്കാല എടുക്കാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് കറുത്ത് ഞാൻ ആകെ സൺടേണ കടിച്ചു. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ശോഭിച്ച് നിൽക്കാൻ, ചെറുതായിട്ടൊക്കെ ഒത്തിരി കരിവാളിപ്പൊക്കെ മാറി എൻ്റെ മുഖത്ത് പെട്ടെന്ന് കരിവാളിപ്പ് വരാം. അങ്ങനെയൊക്കെ അത് മാറി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് കരിവാളിപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയാ, വന്നത് ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നലെ ഞാൻ രാത്രിയിൽ ഫുഡ് കഴിക്കേണ്ടത് വിചാരിച്ചിട്ട് 7 മണിയായപ്പോൾ എടുത്തങ്ങ് കഴിച്ചു. 7 മണിയല്ല, 7:30 പറയും. ഏട്ടൻ വന്ന സമയം നോക്കിയപ്പോൾ ഞാൻ ഫുഡ് ഇഡ്ഡലിയും ചട്ടിനിയൊക്കെ ആയിട്ട് അങ്ങ് കഴിച്ചു. രാത്രിയിൽ ഇനി ഉപ്പിട്ടിട്ടുള്ള ഫുഡ് കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ചോറൊക്കെ ഇത്തിരി കുറയ്ക്കണം, ഓവർ ഫാറ്റ് വരാതിരിക്കാൻ വേണ്ടി. ഓവർ ഫാറ്റ് ഉണ്ട്, ഞാൻ തൈറോയിഡൊക്കെ ഉള്ളത് കൊണ്ട് ഓവർ ഫാറ്റ് ഉണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്താറായി. അതായത് ഇതാണ് കേട്ടോ കുളശ്ശേരി അമ്പലത്തിലേക്ക് ഞങ്ങൾ വരുന്ന വഴികൾ ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കങ്ങ് ഇവിടെയൊക്കെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ? ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരാം. അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.